നിലനിർത്തിയതും പോട്ടെ, ഹൈന്ദവ സമൂഹത്തെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിലനിർത്തിയ മുഴുവൻ പിന്നോക്ക വിഭാഗത്തിലെ ആൾക്കാരാണ്. ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, ശുഭാനന്ദ ഗുരുദേവനാകട്ടെ, ഇവിടെ കൂടിയ ബ്രാഹ്മണനായ ഒരാൾ നമ്മുടെ നെഹ്റുവിനെ നിരീശ്വരവാദത്തിന്റെ പാതയിലേക്ക് നേപ്പാളിൽ തന്നെ സംഭവിച്ച പ്രചണ്ഡ ബ്രാഹ്മണനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നോക്ക മുന്നോക്ക ഭേദമില്ലാതെ ഒരു ജനറൽ ഹിന്ദു സെന്റിമെന്റ്സ് ഇന്ത്യയിൽ ആകമാനം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം ഇവർ സൈഡ് ലൈൻഡ് ആയി എന്നുള്ളതാണ്. അപ്പോ ഇന്ന് ആയിക്കോട്ടെ, ഇനി അതിന്റെ ഒരു റിയാക്ഷന്റെ മേൽ ബാക്കിയുള്ള മേൽ കുതിര കയറാതെ പെട്ടെന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് പെട്ടെന്ന്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് പ്രശ്നമില്ല എന്ന് പറയുന്നില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ തത്വമസി എന്നും അഹം ബ്രഹ്മാസ്മി എന്നും പറയും. പക്ഷേ വൈകിട്ട് യേശുദാസ് ഗുരുവായൂർ കയറാമെന്ന് നമ്മൾ വേണ്ടെന്ന് പറയും. നമ്മുടെ ഇടയിലുള്ള ഇരട്ടത്താപ്പുകളാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റണം. രണ്ട് ജാതി ഇല്ലെന്ന് പറയുന്നെങ്കിൽ എല്ലാ ജാതികളിലും ബ്രാഹ്മണ്യാർജിത ശാന്തി വേണം. അങ്ങനെ വിശ്വാസികളായ ഏത് വ്യക്തിക്കും ഒരു പ്രത്യേക മതത്തിന്റെ അച്ചില്ലാതെ ആരാധനാലയങ്ങളിൽ കയറാൻ അവസരം കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുകയുള്ളൂ. കാരണം ഗാന്ധിജി സ്ഥാപിച്ച അമ്പലത്തിന്റെ പേര് ഭാരത് മാതാ ടെമ്പിൾ എന്നാണ്. ഗാന്ധിജി വളരെ ആലോചിച്ച് സ്ഥാപിച്ചാണ് ഭാരത് മാതാ ടെമ്പിൾ എന്ന് പേരിടുകയും. അപ്പോൾ ഒരു ബഹുസ്വരത വേണം. രണ്ട്, എനിക്ക് നമ്മൾ എല്ലാം അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്, മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് വേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ അടക്കം പറയുന്നത് പോലെ ഒരു മനസ്സിന്റെ പരിവർത്തനം. അങ്ങനെ വരുമ്പോൾ ദേശീയത, മാനവികത, ഒരു ബ്രോഡ് നാഷണലിസം, ഹ്യൂമനിസം ഇവയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് CPM വെളിയിൽ സമ്മതിച്ചില്ലെങ്കിൽ CPMനുള്ളിന്റെ ഉള്ളിൽ അറിയാം. വിദേശ ഏജൻസികൾ ഇന്ത്യ അടക്കമുള്ള, ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ ഫണ്ട് ചെയ്ത് അവിടുത്തെ പൊളിറ്റിക്കൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഒരു വഴി മതമാണ്. അത് CPMന്റെ ഉള്ളിൽ പലപ്പോഴും തിരിച്ചറിയാവുന്ന പാർട്ടിയാണ്, അതറിയാവുന്ന പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അവസാന വരി കൂടി, അതുകൊണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന ശ്രീനാരായണ ദർശനങ്ങൾ മുൻവരിച്ച് ഒരു നിർബന്ധിത മതപരിവർത്തന നിയമവും അതോടൊപ്പം സ്കൂൾ കോളേജ് തലങ്ങളിൽ എല്ലാ മതങ്ങളുടെയും പോസിറ്റീവ് പോയിന്റ് ഉൾക്കൊണ്ട്, എല്ലാ മതങ്ങൾക്കും നെഗറ്റീവ് ഉണ്ടില്ലെന്നൊന്നും ആരും പറയുന്നില്ല, അതിന് പോസിറ്റീവ് പോയിന്റ് ഉൾക്കൊണ്ട് ഒരു പാഠ്യ പദ്ധതിയും കൂടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് ടേമിൽ ഈ പ്രശ്നം അവന്റെ സ്കോർ എത്ര ഇവന്റെ സ്കോർ എത്ര എന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ഇത്രയും കൂടി ഈശ്വർ പറഞ്ഞോട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഒരു അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹീസ് പ്രൗഡ് ടു ബി ആൻ അമേരിക്കൻ. നമ്മൾ പലപ്പോഴും ഫസ്റ്റ് റിലീജിയൻ പറഞ്ഞിട്ടാണ് we are first to be Indians, then comes our religion, അല്ലെങ്കിൽ പത്രമൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളും നമ്മൾ ഫസ്റ്റ് ടു ബി ആൻ ഇന്ത്യൻ, ഭാരതീയനാവുക, അതിൽ പ്രൗഡായിരിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനം. ബാക്കിയെല്ലാം ഇതിന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. ആ സ്റ്റാൻഡാണ് 1893 സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ലോക മതമഹാസമ്മേളനം 1893 എല്ലാ മതങ്ങളുടെ ആൾക്കാരും തങ്ങളുടെ മതങ്ങളാണ് നല്ലതെന്നാണ് ലോക മതമഹാസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പം വിവേകാനന്ദൻ പറഞ്ഞത് അങ്ങനെയല്ല, മതം ഏതായാലും ആത്യന്തികമായി എത്തുന്ന ഒന്നാണ്. എന്നും ഭാരതത്തിന്റെ ഒരു ലോകാസമസ്ത സുഖിനോ ഭവതു ദർശനം തന്നെയാണ്. ആ ഇന്ത്യനിസം ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ, ആ ഹ്യൂമനിസം ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, ആ ഇന്ത്യനിസമാണ് എല്ലാ മതവീവർക്കും ഒരു ഒറ്റ ഉത്തരം. നല്ലല്ല, ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനിക്ക് രസകരമായ ഒരു കാര്യം പറഞ്ഞു. അമൃതാനന്ദമയി കടം വെച്ചുകൊടുത്ത എല്ലാ ഇതിലും അമൃതാനന്ദമയി വെച്ചു, എല്ലാ മതക്കാർക്കും വെച്ചുകൊടുത്തു. പക്ഷെ വ്യത്യാസം, യേശുദേവന്റെ ഫോട്ടോ ഇരുന്നിടത്ത് യേശുദേവൻ തന്നെ ഇരുന്നു, ഇരുന്നില്ല. ഹിന്ദുക്കളെ വേണ്ടി ഹിന്ദുക്കളെ നിന്നിരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വേണ്ടി മുസ്ലിങ്ങളെ നിന്നിരുന്നു. ഈ നമുക്കെന്താ യേശുദേവനോടോ മുഹമ്മദ് നബിയോടോ അല്ലെങ്കിൽ കൃഷ്ണനോടോ എതിർപ്പ്? ഇവരെല്ലാം വലിയ ആൾക്കാർ തന്നെയല്ലേ? ഇതിൽ ആരെങ്കിലും ഒരാളെ മാറ്റിയാൽ നമുക്ക് എന്ത് ഗുണം കിട്ടാനെന്ന് എനിക്ക് മനസ്സിലാകാറില്ല. ഈ ഓരോ കരിന്തിരി കണ്ണിലും ഞാൻ ഒരു കോടി ദൈവനൈരാശ്യം കാണുന്നു എന്ന് പറയുന്ന പോലെ ഓരോ ശിശുരോധനത്തിലാണ് ഈശ്വര വിലാപം ഞാൻ കേൾക്കുന്നു എന്ന് പറയുന്ന പട്ടണി എടുക്കുന്നതിനോട് ദൈവം പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയൊരു പാപമില്ല. അതുകൊണ്ട് ഒരു നിർബന്ധിത മതപരിവർത്തന നിയമം വന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു കൺസെൻസസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ആ കൺസെൻസസ് നമ്മുടെ പാർലമെന്റിലും ഉണ്ടാകട്ടെ. ഈ മാധ്യമ ചർച്ചകളിൽ അതിന് സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.